ഭാരതത്തിന്റെ ഉപരിതല മത്സ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സാമ്പത്തിക പ്രാധാന്യമുള്ള മത്സ്യമാണ് ട്യൂണ അഥവാ ചൂര. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം തീരപ്രദേശത്തെ സുപ്രധാന മത്സ്യമായ ട്യൂണയുടെ വിവിധ ഇനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് തുന്നസ് ആൽബക്കേസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന യെല്ലോഫിൻ ട്യൂണ അഥവാ മഞ്ഞച്ചൂരയാണ്. ട്യൂണ മത്സ്യബന്ധനം ഇപ്പോഴും പരമ്പരാഗത മത്സ്യബന്ധന രീതികളിലൊന്നായ ചൂണ്ട ഉപയോഗിച്ചാണ് നിർവഹിക്കപ്പെടുന്നത്. വിശാഖപട്ടണത്തെ ലോസൻസ് ബേ, പുടിമടക്ക ഗ്രാമങ്ങളിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ സമുദ്രാന്തർ ഭാഗങ്ങളിലേക്ക് കൊച്ചുവള്ളങ്ങളിൽ യാത്ര ചെയ്ത് വലുപ്പമേറിയ ട്യൂണ മത്സ്യങ്ങളെ പിടിക്കുന്നത് സർവ്വസാധാരണമാണ്. വലിയ ട്യൂണ മത്സ്യങ്ങളുടെ ലഭ്യതയും കയറ്റുമതി സാധ്യതയും അതോടൊപ്പം മെച്ചപ്പെട്ട വരുമാനവും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ആഴക്കടലിലേക്ക് രാത്രി സമയങ്ങളിലും കൊച്ചുവള്ളങ്ങളിൽ പോയി പിടിച്ചു കൊണ്ടുവരാൻ സന്നദ്ധരാക്കുന്നു. കട്ടമരം വള്ളങ്ങളാണ് പൊതുവെ ട്യൂണ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്നത്. കാറ്റനുകൂലമാവുമ്പോൾ തീരത്തുനിന്നും 15 കിലോമീറ്റർ ദൂരം വരെ 3 മണിക്കൂറിനുള്ളിൽ ഈ വള്ളങ്ങൾക്ക് സഞ്ചരിക്കാനാവും. പുടിമടക്കയിലെ വള്ളങ്ങൾ ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ചും ഈയിടെയായി ആഴക്കടലിലേക്ക് സഞ്ചരിക്കാറുണ്ട്. ക്രൂവിൽ 3 മുതൽ 6 വരെ അംഗങ്ങൾ ഉണ്ടാവാം. പുലർച്ചെ 3 മണിയോടെ മത്സ്യബന്ധനത്തിന് പുറപ്പെടുന്ന വള്ളങ്ങൾ പൊതുവെ വൈകുന്നേരം 5 മണിയോടെ തിരിച്ചെത്തും. ഒക്ടോബർ മാർച്ച് കാലഘട്ടത്തിലാണ് കൂടുതൽ മത്സ്യലഭ്യത. വിശാഖപട്ടണത്ത് പൊതുവെ പിടിക്കപ്പെടുന്ന വിവിധ ഇനങ്ങളിൽ 80% മഞ്ഞച്ചൂരയും 15% കറ്റ്സോവോണസ് പെലാമിസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന സ്കിപ്പ് ജാക്ക് ട്യൂണയും പിന്നെ 5% യുഥൈനസ് അഫിനസ് എന്നറിയപ്പെടുന്ന ലിറ്റിൽ ടണ്ണിയും ഉൾപ്പെടുന്നു. അനുകൂല കാലാവസ്ഥയിൽ 15 മുതൽ 20 ടൺ വരെ മഞ്ഞച്ചൂര ഒരു ദിവസം കരയിലെത്താറുണ്ട്. 250 മീറ്ററിലേറെ ആഴമുള്ള കടലിൽ മാത്രമേ മഞ്ഞച്ചൂര ലഭ്യമാവുകയുള്ളൂ. ചെറിയ ട്യൂണ മത്സ്യങ്ങളെ 60 മീറ്റർ ആഴങ്ങളിലും പിടിക്കാം. പിടിച്ചെടുക്കുന്ന ട്യൂണ മത്സ്യങ്ങളെ അപ്പാടെ തീരത്തേക്ക് കൊണ്ടുവരികയും ഗുണമേന്മ നോക്കി ഒരു ഭാഗം കയറ്റുമതിക്കായി മാറ്റിവെക്കുകയും ചെയ്യും. ഗുണമേന്മയനുസരിച്ച് 1-ാം ഗ്രേഡ് അഥവാ സാഷിമി ഗ്രേഡ്, 2, 3 എന്നിങ്ങനെ തരംതിരിച്ചാണ് കയറ്റുമതി ചെയ്യുക. ഗ്രേഡ് ചെയ്യാത്ത ഇനങ്ങളെ ഐസിട്ട് കേരളത്തിലെ പ്രാദേശിക വിപണിയിലേക്ക് അയക്കും. വിപണിയിൽ 60 മുതൽ 80 രൂപ വരെ 1 കിലോ ട്യൂണ മത്സ്യത്തിന് ലഭിക്കുമ്പോൾ 3-4 സാമാന്യം വലിപ്പമുള്ള ട്യൂണ പിടിക്കാൻ സാധിച്ചാൽ ഒരു മത്സ്യത്തൊഴിലാളിക്ക് 10,000 രൂപ വരെ വരുമാനമുണ്ടാക്കാൻ സാധിക്കുന്നു. ഇപ്രകാരം ആന്ധ്രാപ്രദേശിൽ ട്യൂണ മത്സ്യബന്ധനം മത്സ്യത്തൊഴിലാളികളുടെയും ഉപഭോക്താക്കളുടെയും കയറ്റുമതിക്കാരുടെയും സഹവർത്തിത്വത്തോടെ താരതമ്യേന മികച്ച ഒരു വ്യവസായമായി വളർന്നുകൊണ്ടിരിക്കുന്നു.